ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാം സുഖമല്ലേ? തനിമ മലയാളം സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അത്യാഗ്രഹിയായ ഒരു രാജാവിൻ്റെ കഥയുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് കഥ കാണാം. ഗ്രീസിൽ പണ്ട് ഒരു രാജാവുണ്ടായിരുന്നു. ഒരു ദിവസം രാവിലെ അദ്ദേഹം പ്രകൃതി ഭംഗി ആസ്വദിക്കാനായി പൂന്തോട്ടത്തിലേക്ക് ഇറങ്ങി. അപ്പോൾ അവിടെ ഒരു പരിക്കുപറ്റി ചലിക്കാൻ പോലും സാധിക്കാതെ കിടക്കുന്ന ഒരു ആടിനെ കണ്ടു. അദ്ദേഹം അതിനെ പരിചരിച്ചു. പെട്ടെന്ന് അവിടെ ഒരു ദേവൻ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, നിന്റെ ഈ നല്ല മനസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ ഒരു വരം ചോദിക്കൂ, ഞാൻ നൽകാം. ഇതു കേട്ട് രാജാവ് മറുത്തൊന്നും ചിന്തിക്കാതെ വേഗം തന്നെ ഞാൻ തൊട്ടതെല്ലാം സ്വർണമായി മാറണമെന്ന വരം ചോദിച്ചു. ദേവൻ അതു നൽകി അപ്രത്യക്ഷനായി. രാജാവിന് വളരെ സന്തോഷമായി. അദ്ദേഹം എല്ലാ സാധനങ്ങളും തൊടാൻ തുടങ്ങി. എന്തിനേറെ പറയുന്നു, സ്വന്തം കട്ടിലും കിടക്കയും വരെ സ്വർണമാക്കി മാറ്റി. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വിശക്കാൻ തുടങ്ങി. അദ്ദേഹം തീൻമേശയിൽ ഭക്ഷണം കഴിക്കാനിരുന്നു. പക്ഷേ കൈകൊണ്ട് എടുത്തു കഴിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടതെല്ലാം സ്വർണമാകാൻ തുടങ്ങി. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ പറ്റാതെയുമായി. അദ്ദേഹം എന്തു ചെയ്യുമെന്ന് ആലോചിച്ച് ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മകൾ ഓടി വന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ പിടിച്ചത്. പെട്ടെന്ന് ആ കുട്ടി സ്വർണ്ണ പ്രതിമയായി മാറി. അദ്ദേഹത്തിന് അത് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. അദ്ദേഹം ഒരു പുരോഹിതൻ്റെ അടുത്തു ചെന്നു കാര്യങ്ങളെല്ലാം വിവരിച്ചു. അപ്പോൾ ആ പുരോഹിതൻ പറഞ്ഞു, ഒരു പുണ്യനദിയുണ്ട് ഇവിടെ അടുത്തായി. ആ പുണ്യനദിയിൽ പോയി കൈകൾ കഴുകി നന്നായി പ്രാർത്ഥിക്കൂ എന്ന്. രാജാവ് വേഗം തന്നെ പറഞ്ഞതുപോലെ നദിയിൽ പോയി കൈകൾ കഴുകി പ്രാർത്ഥിച്ചു. അപ്പോൾ കയ്യിൽ നിന്നും സ്വർണം പോലെ തോന്നിപ്പിക്കുന്നതെന്തോ ആ വെള്ളത്തിൽ ഒഴുകി. അതിനുശേഷം അദ്ദേഹം കൊട്ടാരത്തിൽ വന്നപ്പോൾ അതാ തൻ്റെ മകൾ. അദ്ദേഹത്തിന് സന്തോഷം അടക്കാനായില്ല. തൻ്റെ അത്യാർത്തിയാണ് ഇതിനെല്ലാം കാരണമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടോ കൂട്ടുകാരെ? ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഇനി മറ്റൊരു കഥയുമായി മറ്റൊരു ദിവസം കാണാം.